നമസ്കാരം. തലസ്ഥാനം ഇന്നും സംഘർഷക്കളമായി മാറി. DGP ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ലാത്തി ചാർജിൽ മാത്യു കുഴൽനാടൻ MLAക്ക് പരുക്കേറ്റു. പ്രവർത്തകർ പോലീസിന് നേരെ മുട്ടയും മുളകുപൊടിയും എറിഞ്ഞു. നവകേരള സദസ്സിന്റെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചു. അങ്ങനെ തലസ്ഥാനം ഇന്നും അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി. ഇന്നലെ സംയമനം പാലിച്ച പോലീസ് ഇന്ന് അവർക്ക് പിറകെ തല്ലി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവരുടെ കൂട്ടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് കത്തയച്ചത് ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാന വാർത്തയാണ്. അതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത പ്രതിനിധികളെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ SFI തടഞ്ഞു. ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാന വാർത്തകളിലേക്കാണ് ഇനി സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ഇന്ന് തലസ്ഥാനത്ത് സംഭവിച്ച വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ലാത്തി ചാർജിൽ മാത്യു കുഴൽനാടൻ MLAയുടെ കൈക്ക് പരുക്കേറ്റു. പ്രവർത്തകർ പോലീസിന് നേരെ മുട്ടയും മുളകുപൊടിയും എറിഞ്ഞു. നവകേരള സദസ്സിന്റെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചു. നവകേരള സദസ്സിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച DYFIക്ക് പോലീസ് കൂട്ടുനിന്നു എന്നാരോപിച്ചായിരുന്നു KSUവിന്റെ പ്രതിഷേധ മാർച്ച്. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് കേരളത്തിലെ പോലീസിനെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. ആദ്യം നമ്മൾ പോകുന്നത് MLAയുടെ പ്രതികരണത്തിലേക്ക്. DGP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് CPM ഏർപ്പാടാക്കിയിട്ടുള്ള, മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് വന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല. ഒറ്റയ്ക്ക് KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും നേരിടാൻ ധൈര്യമില്ല. മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ആ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസുകാരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കൊട്ടേഷൻ സംഘത്തിന്, ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ DGP ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിലെ ബാരിക്കേഡ് മറികടക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് വളഞ്ഞിട്ടടിച്ചു. നിരവധി പേർക്ക് പരുക്കേറ്റു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ലാത്തിചാർജിന്റെ മറവിൽ CITU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് KSU ആരോപിച്ചു. അതേസമയം തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളിൽ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. പ്രകോപനമുണ്ടാക്കി നാട്ടിൽ കലാപം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സമാധാനാന്തരീക്ഷം തകർക്കാൻ ബോധപൂർവം ശ്രമം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസുകാർ നടത്തിയത് KSUക്കാർ തുടരും എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. മാന്യത തൊട്ട് തീണ്ടാത്ത പ്രസ്താവനകൾ നടത്തുന്ന VD സതീശൻ വെറും ഡയലോഗ് സതീശനായി മാറിയിരിക്കുന്നു എന്നാണ് മന്ത്രി PA മുഹമ്മദ് ഇന്ന് നടത്തിയ പരിഹാസം. മുഹമ്മദ് വ്യാജ ID കാർഡ് വിഷയത്തിൽ വലിയ നിലയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന് ചില പ്രിയപ്പെട്ടവരും നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപ ശ്രമമാണ്. ആരാണ് ആഹ്വാനം ചെയ്തത്, ആരാണ് സമരത്തിന് നേതൃത്വം നൽകി, അവരുടെ പേരിൽ കേസെടുക്കും. പ്രതിപക്ഷ നേതാവിന് കേസെടുക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും നേട്ടമുണ്ടോ? അത് പോലീസിന്റെ ഭാഗമാണ്, പോലീസിന്റെ നടപടിയാണ്. പോലീസ് ആ നടപടികളുമായി മുന്നോട്ട് പോകും. സ്വന്തം പാർട്ടിയുടെ തിട്ടൂരം പോലും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ പോലും ഇതിൽ പങ്കെടുക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വല്ലാതെ ഒരു മനപ്രയാസത്തിൽ നിന്നാണ് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടായിട്ടുള്ളത് എന്നത് ഏറെ ഖേദകരമാണ്. ഇത് ഇരുമ്പ് വടികളും വലിയ ആയുധങ്ങളുമായി ഒരു സംഘത്തെ ഒരാൾ നയിക്കുന്നു. അവർ തന്നെ വനിതാ പോലീസിന്റെ വണ്ടി തടഞ്ഞ് ആളുകളെ പിടിച്ചിറക്കുന്നു. അതിനെല്ലാം നേതൃത്വം നൽകുന്നു. സ്വാഭാവികമായിട്ടും കേസ് വരില്ലേ?
ഒരാൾ എന്നെ പേടിപ്പിക്കേണ്ടെന്ന് എപ്പോഴും നമ്മൾ കുട്ടികൾ പറയുമ്പോൾ വല്ലാതെ പേടിച്ചിരിക്കുമ്പോഴാണ് സാധാരണ രീതിയിൽ അങ്ങനെ പറയാറുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ MG പ്രതീഷും ഒപ്പം ജയശങ്കറും AV ജയശങ്കറും വിവരങ്ങളുമായുണ്ട്. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഇന്നും തലസ്ഥാനത്ത് വലിയ സംഘർഷം നമ്മൾ കണ്ടു. അതിൽ ഇന്ന് കൂടുതൽ സംഘർഷാത്മകമായി എന്ന് തന്നെ പറയണം. കാരണം പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അവിടെ മുളകുപൊടി മുട്ടയൊക്കെ പ്രയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. പോലീസ് ആകട്ടെ ഇന്നലെ സംയമനം പാലിച്ചു, ഇന്ന് പക്ഷെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്ന് തലസ്ഥാനം ഏത് തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറി? അനുജ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസുകാരെ DYFI മർദ്ദിച്ചെന്നും ഈ മർദ്ദിച്ച DYFIക്കാർക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു KSU ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് നിന്നാണ് ഈ മാർച്ച് DGP ഓഫീസിലേക്ക് നടത്തിയത്. DGP ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച ഈ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യം വിളിയും പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് അതൊരു സംഘർഷ സാധ്യതയിലേക്കും സംഘർഷത്തിലേക്കും കലാശിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. ഇതിനിടയിലാണ് പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ മുട്ടയും മുളകുപൊടിയും എറിഞ്ഞത്. ഒപ്പം ഗോലി അടക്കമുള്ള വസ്തുക്കളും പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ എറിഞ്ഞു. ഇതാണ് പോലീസിനെ വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത്. തുടർന്ന് KSU പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. 4 ദിക്കിലേക്കും ഈ ലാത്തി ചാർജിനെ തുടർന്ന് പ്രവർത്തകർ ചിതറിയോടെങ്കിലും പിന്തുടർന്നെത്തിയ പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനടക്കം എത്തിയത് മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു. ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിലും ഒപ്പം ഈ പ്രതിരോധിക്കുന്നതിനുമിടയിലും മാത്യു കുഴൽനാടനും പരിക്കേറ്റു. കൈക്കാണ് പരിക്കേറ്റത്. പോലീസുകാർ തന്നെ ആസൂത്രിതമായി മർദ്ദിച്ചുവെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഷേധങ്ങൾ നിലനിന്നു. DGP ഓഫീസിന് സമീപം അരമണിക്കൂറോളം ഒരു സംഘർഷ മേഖലയായിരുന്നു, ഒരു സംഘർഷ ഭൂമിയായി നിന്നു. പോലീസുകാർക്ക് നേരെ ഈ മുളക് പൊടി എറിഞ്ഞതാണ് പോലീസുകാരെ വലിയ തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പോലീസ് സംയമനം പാലിച്ചിരുന്നു. പക്ഷേ വലിയ തരത്തിലൊരു പ്രതിഷേധം, അക്രമ സംഭവങ്ങളടക്കം പോലീസുകാർക്ക് നേരെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി സ്വാധീനം കൊണ്ടാണ് ഇന്ന് പോലീസ് തിരിച്ച് പ്രവർത്തകരെ ലാത്തി വീശുകയും മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും 9 KSU പ്രവർത്തകർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ മർദ്ദനവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ലാത്തിചാർജിനുമെതിരെ വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അത് പ്രധാനമായും മാത്യു കുഴൽനാടനെ പരിക്കേറ്റതാണ്. മാത്യു കുഴൽനാടനെ പരിക്കേറ്റതിന് പിന്നാലെ കൂടുതൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പിന്തുണയുമായി സംഘർഷം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും ഏറെ നേരം പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും വാക്കേറ്റത്തിലേക്കും കൂടി എത്തിയിട്ടുണ്ട്. ഈ യുവജന സംഘടനകളുടെ പ്രതിഷേധം പ്രധാനമായും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് നേതൃത്വം നൽകിയതും മുൻനിരയിൽ ഉണ്ടായിരുന്നതും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇന്ന് മാത്യു കുഴൽനാടൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ തരത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അത്തരത്തിൽ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നത്. ആസൂത്രിതമായി കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കലാപാഹ്വാനം എന്നതാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. പ്രതീക്ഷയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ജയശങ്കറിലേക്ക് വളരെ വേഗം ഒന്ന് പോവുകയാണ്. ജയശങ്കർ, ഇതിനിടെ KSU പ്രവർത്തകർക്കും പരുക്കേൽക്കുന്നത് നമ്മൾ കണ്ടു. KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അലോഷ്യസ് സേവർ ചികിത്സ തേടി. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് CITU പ്രവർത്തകർ ഇതിനിടയിൽ കടന്നു കയറി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമാണ് ജയശങ്കർ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് അലോഷ്യസ് സേവറിന് പറയാനുള്ളത്? അനുജ, ജനറൽ ഹോസ്പിറ്റലിലാണ് ഞാനുള്ളത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. പോലീസ് നടപടി എങ്ങനെയാണ് പറയുന്നത്? എന്താണ്? അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് കേരള പോലീസ് അഴിച്ചുവിട്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായി സമരത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ വളഞ്ഞിട്ട് ഉള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. നമ്മളിത് കേരള പോലീസിൻ്റെ സമരങ്ങളോടുള്ള ഇരട്ടത്താപ്പായി നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം SFI സമരം ചെയ്തപ്പോൾ SFI പ്രവർത്തകരെ, SFI നേതൃത്വത്തെ താലോലിക്കുകയും തലോടുകയും ചെയ്യുന്ന കേരള പോലീസ് ഇന്ന് വളരെ സമാധാനപരമായി ഞങ്ങൾ കടന്നു വന്ന ഞങ്ങളുടെ സമരമാർഗത്തെ അടിച്ചൊതുക്കുന്ന, വളഞ്ഞിട്ട് KSUവിൻ്റെ സഹപ്രവർത്തകർ
സഹപ്രവർത്തകരുടെ നിരവധിയായിട്ടുള്ള ആളുകളുടെ തലയ്ക്ക് അതിഭീകരമായിട്ടുള്ള പരിക്കുകളാണ് ഏൽക്കേണ്ടി വന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ചിൽ പോലീസ് വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ചിരുന്നില്ല, ആരെയും ലാത്തിചാർജ് ഒന്നും വലിയ ഇതിലൊന്നും കടന്നില്ല. പക്ഷേ ഇന്ന് അതിനുള്ള ഒരു മറുപടി കൂടിയാണോ പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇത് SFI സമരം ചെയ്യുമ്പോൾ അതിനെ അടിച്ചമർത്താതെ താലോലിക്കുന്ന കേരള പോലീസ് KSU സമരം ചെയ്യുമ്പോൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ സമരം തുടങ്ങി 5 മിനിറ്റിനകം തന്നെ അതിഭീകരമായിട്ടുള്ള രീതിയിലേക്കുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇതിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമരത്തെ ഇങ്ങനെ നിങ്ങൾ ലാത്തി കൊണ്ടും തോക്കുകൾ കൊണ്ടും ഈ സമരവീര്യത്തെ ചോർത്താമെന്ന് കേരള പോലീസ് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ശക്തമായിട്ടുള്ള പ്രതിരോധവും സമര പോരാട്ടങ്ങളുമായിട്ട് KSU മുന്നോട്ട് പോകും. ഈ മുഖ്യമന്ത്രി പറയുന്നത് യുവജന സംഘടനകൾ സതീശൻ്റെ ഒക്കെ പ്രഖ്യാപനം പോലെ കലാപശ്രമം നടത്തുന്നു എന്നാണ്. അതിനെന്താണ് പറയാനുള്ളത് മറുപടി? വളരെ ഇന്നത്തെ സമരം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ വരുന്നു സമരവുമായി. സമര ഉദ്ഘാടനം കഴിഞ്ഞ് 2 മിനിറ്റിനകം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞ് ഉടനെ തന്നെ അതിഭീകരമായിട്ട് പോലീസ് വളഞ്ഞിട്ടിട്ടുള്ള തരത്തിലേക്കുള്ള ആക്രമണങ്ങളാണ് ഇതിലേക്ക് അഴിച്ചുവിടുന്നത്. അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരത്തെ ഇത്തരത്തിൽ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം, എന്തെങ്കിലും ഒരു പ്രകോപനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കും. യാതൊരു പ്രകോപനം ഉണ്ടാവാതെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷമാണ് പിന്നെ പോലീസിനെതിരെ വീണ്ടും പ്രതിരോധം തീർക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അനുജ, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോലീസ് തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചു, ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും പ്രവർത്തകർ ശ്രമിച്ചിരുന്നില്ല. അതിനുശേഷം പോലീസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷമാണ് അവരുടെ ഭാഗത്തുനിന്നൊരു ചെറുത്തുനിൽപ്പുണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും KSU പ്രവർത്തകർ ആശുപത്രിയിലാണ്, അവരുടെ ചികിത്സ പുരോഗമിക്കുകയാണ്. അനുജ, അതാണ് KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഇപ്പോൾ 24 പ്രതികരിച്ചത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇന്ന് വിമർശനവുമായി എത്തിയിട്ടുണ്ട്. ഇന്നലെ കലാപാഹ്വാനം നടത്തിയ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലേക്ക് പ്രകോപനമുണ്ടാക്കി കലാപം സൃഷ്ടിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അത് ബോധപൂർവം നടത്തുന്ന ഒരു ശ്രമമാണ് എന്ന് പറയുന്നു. മന്ത്രിമാരും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെയൊക്കെ. അനുജ, തീർച്ചയായും. കാരണം ഈ യുവജന സംഘടനകളുടെ പ്രതിഷേധം അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും വലിയ തരത്തിലുള്ള വാക്കേറ്റങ്ങളിലേക്കും പോയിട്ടുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രി ഒപ്പം മന്ത്രിമാരും അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉയർത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ നേതൃനിരയിൽ VD സതീശനായിരുന്നു. പ്രവർത്തകർക്ക് പിന്തുണ നൽകിയും മുൻനിരയിൽ തന്നെ VD സതീശൻ ഉണ്ടായിരുന്നു. ഇതാണ് മുഖ്യമന്ത്രി ഒരു വിമർശനമായി പറഞ്ഞത്. ഈ പ്രവർത്തകരെയൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലൊരു കലാപം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവും ഒപ്പം കോൺഗ്രസ് നേതാക്കളും തള്ളുകയാണ്. കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജനാധിപത്യപരമായ സമരരീതിയാണ് യൂത്ത് കോൺഗ്രസും KSUവും നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാരും പോലീസും ശ്രമിക്കുന്നത്. DYFI പ്രവർത്തകരടക്കം KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ക്രൂരമായി മർദ്ദിക്കുന്നു. പക്ഷേ ഈ മർദ്ദിക്കുന്ന പ്രവർത്തകർക്ക് പിന്തുണ നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് പറയുന്നത്. ഇത്തരത്തിലൊരു യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണവും അതാണ്. DYFI ഉൾപ്പെടെ ഉള്ള പ്രവർത്തകർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നു. പക്ഷേ പോലീസ് നോക്കി നിൽക്കുന്നു. ഇതാണ് വലിയ തരത്തിൽ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതും അത് ഒരു പ്രതിഷേധ മാർച്ചിലേക്കും കലാശിച്ചത്. എന്തായാലും 2 ദിവസമായി തലസ്ഥാന നഗരം യുദ്ധക്കളമാണ്. വലിയ തരത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പോലീസ് പല ഘട്ടങ്ങളിലും സംയമനം പാലിക്കുന്നുണ്ടെങ്കിലും പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം, ഒരു നീക്കങ്ങൾ, പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെയായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇന്നും പോലീസ് വീഴാൻ തയ്യാറായില്ല. പക്ഷേ ഇന്ന് പോലീസ് വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. അതേസമയം വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അർജുൻ തന്നെ എന്ന് പെൺകുട്ടിയുടെ സഹോദരൻ. കുട്ടിക്ക് ചോക്ലേറ്റ് നൽകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അർജുൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നും കുട്ടി മരിച്ചതിനു ശേഷം അർജുന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും പെൺകുട്ടിയുടെ സഹോദരൻ 24 പറഞ്ഞു. സഹോദരൻ പറഞ്ഞത് കേൾക്കാം. അതെ, ഇത് 4-ാം തീയതി ഞങ്ങൾ CA വിളിപ്പിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു ഇന്ന് മാത്രമേ ഞാൻ കാണത്തുള്ളൂ, നാളെ നാട്ടിൽ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ചെയ്ത പെരുമാറ്റമൊക്കെ പിന്നെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചേട്ടൻ ആ ചേട്ടൻ ഇവനോട് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പോലീസ് വരുന്നുണ്ട്,
ഏതെങ്കിലും സംഭവം ഉണ്ട്, ആരെയോ പിടിക്കാൻ വിട മാട്ടാന്നൊക്കെ ആ ചേട്ടൻ ചോദിച്ചപ്പോൾ ഇവൻ പെട്ടെന്ന് കയറി അവരൊക്കെ വന്നിട്ട് പോയേക്കും അവിടെ ഒരു തെളിവുമില്ല, ഒറ്റ തെളിവ് ഇല്ലായിരുന്നു അവിടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ. ആ ചേട്ടനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനാ 100% അവനാ പ്രതി, വേറെ ആരും അവനാ. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ വിജയൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സഹോദരന്റെ പ്രതികരണം, മറ്റൊന്ന് ഇന്നുണ്ടായ പ്രതിഷേധം, അതിനുശേഷം ലാത്തി ചാർജ്. ഇന്ന് പ്രതിഷേധം ഒരു ലാത്തി ചാർജിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു? നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി അത് ചുമതലയേറ്റതിനു ശേഷം പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പ്രതിഷേധമാണ്. പലയിടങ്ങളിൽ പല വിഷയങ്ങൾ അവർ ഏറ്റെടുത്ത് സമരം ചെയ്യുകയാണ്. ഇപ്പോൾ വണ്ടിപ്പെരിയാർ വിഷയത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് അക്രമാസക്തമായത്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു? അനുജ, ശക്തമായ പ്രതിഷേധമാണ് ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ വെറുതെ വിട്ട വിധി വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു. ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇടപെടലുണ്ടായി, ആ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം വലിയ തരത്തിലുള്ള വീഴ്ച പോലീസിന് സംഭവിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസ് അടക്കം ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്നതാണ്. ഇതിനെതിരെയാണ് ഇന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാത്രമല്ല, ഈ പ്രതിയായി കോടതി വെറുതെ വിട്ട അർജുന്റെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, ഡിവൈഎഫ്ഐ പ്രവർത്തകനായതുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ അതുൾപ്പെടെ പരാജയപ്പെടുന്ന ഒരു രംഗമാണ് ഇന്ന് ഈ പ്രതിഷേധത്തിൽ കാണാൻ കഴിഞ്ഞത്. പോലീസിന്റെ ജലപീരങ്കിയിലെ വെള്ളം തീർന്നിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊന്നും ഇത്ര വലിയ ശക്തിയിലേക്ക് ഇടുക്കിയിലൊന്നും പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ പ്രതിഷേധത്തിനിടയിൽ പോലീസിന് നേരെ കല്ലെറിഞ്ഞു, വടികൊണ്ടെറിഞ്ഞു, ചെളി വാരി എറിഞ്ഞു എന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ച് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തിരിച്ചു പോകുന്ന വഴിയിൽ CPIMന്റെ ലോക്കൽ ഏരിയ കമ്മിറ്റി ഓഫീസുണ്ട്. അവിടെ വെച്ച് CPIMന്റെ പ്രവർത്തകർ നിൽപ്പുണ്ടായിരുന്നു. ആ പോകുന്ന വഴിയിൽ ഈ CPM പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നു, വടികൊണ്ടെറിയുന്നു, അടിക്കുന്നു, സോഡാ കുപ്പി ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നാലെ പോലീസ് ലാത്തി വീശുകയും പ്രദേശത്ത് ഒരു വലിയ സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് 1 മണിക്കൂറോളം സംഘർഷ സാധ്യത അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് 2 കൂട്ടരെയും പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെക്കുറിച്ചുള്ളതാണ്. ഈ കേസിലെ പ്രതി ഈ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അർജുൻ തന്നെയാണ് എന്നുള്ളതാണ് ഈ 6 വയസ്സുകാരിയുടെ സഹോദരൻ ഇന്ന് 24-നോട് പറഞ്ഞത്. ഈ കേസിൽ ആ കുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷം അർജുന് വലിയ തരത്തിലുള്ള മാറ്റം സംഭവിച്ചു. മാത്രമല്ല, പല കാര്യങ്ങളും പോലീസിനോട് പറയരുത് എന്ന് അർജുൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ ഉൾപ്പെടെ ഈ പ്രതി അർജുൻ പറഞ്ഞിരുന്നത് പെൺകുട്ടിക്ക് മിഠായി മേടിച്ചു കൊടുത്തിരുന്നില്ല, തനിക്ക് ആവശ്യമുള്ള മിഠായി മാത്രം 1 രൂപയ്ക്കോ 2 രൂപയ്ക്കൊക്കെയാണ് മിഠായി മേടിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ പെൺകുട്ടിക്ക് ഈ പ്രതിയായിട്ടുള്ള അർജുൻ മിഠായി മേടിച്ചുകൊണ്ട് കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യവും എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ നഖത്തിനിടയിൽ നിന്ന് ഈ മുടിയും അതുപോലെ തന്നെ ആ തുണിയുടെ അവശിഷ്ടങ്ങളും കിട്ടിയത് ഉൾപ്പെടെ അറിഞ്ഞപ്പോൾ വലിയ തരത്തിലുള്ള ഭയപ്പാട് അർജുൻ ഉണ്ടായിരുന്നു. അത് താൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ഇന്ന് 24-നോട് പറയുകയുണ്ടായി. അതെ, വണ്ടിപ്പെരിയാറിൽ ഇന്ന് സംഘർഷം ആയിരുന്നു. കൂടാതെ പെൺകുട്ടിയുടെ സഹോദരന്റെ വെളിപ്പെടുത്തൽ അത് 24-നുണ്ടായി. വിവരങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ കത്തയച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. കോഴിക്കോട് മിഠായിത്തെരുവിലെ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനം ഉൾപ്പെടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിവൃത്തികേട് കൊണ്ടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നും കത്തിൽ പറയുന്നു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഉയർന്ന ബോധത്തോടെ വിദ്യാർത്ഥികൾ നിന്നെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ന് മുഖ്യമന്ത്രി നവകേരള സദസ്സിനിടെയാണ് ഈ പരാമർശം നടത്തിയത്. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞതെന്ത് എന്നത് കേൾക്കാം.
അത് നാളെ പറയാം, നമുക്ക് നാളെ പറയാം. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങളുമായുള്ളത്. ദീപക്, ഈ ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായി ഗവർണർ മാറുന്നു എന്ന് സർക്കാർ പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണമാണ്. ഇതിനു മുൻപ് നമുക്കറിയാം ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു പടി കൂടി കടന്ന് രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും പിന്നോട്ടില്ല എന്നത് തന്നെ കൃത്യമായി വ്യക്തമാക്കുകയല്ലേ സർക്കാർ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കാലത്ത് 24 ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷേ കത്തയച്ച കാര്യം സർക്കാർ ഔദ്യോഗികമായി മാധ്യമങ്ങളോട് പറയേണ്ടതില്ല, അല്ലെങ്കിൽ പറയുന്നില്ല എന്ന തീരുമാനം കൂടി എടുക്കുമ്പോൾ അത് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. മാത്രവുമല്ല, രാഷ്ട്രപതിക്ക് മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് കൂടി മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഈ ഗവർണർ എന്ന ഭരണഘടനാ പദവി കൃത്യമായി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിധത്തിൽ ഈ സുരക്ഷാ നിർദ്ദേശങ്ങളെ, പ്രോട്ടോക്കോളുകളെ മറികടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്രം ഈ ഒരു മുഖ്യമന്ത്രി അയക്കുന്നു, ഒരു സംസ്ഥാനം ഗവർണർക്കെതിരെ കാര്യകാരണ സഹിതങ്ങൾ ആണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനത്തൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. ഗവർണർക്കെതിരെ എന്തെങ്കിലും കയ്യേറ്റം നടന്നാൽ അത് മറ്റൊരു തലത്തിലേക്ക് മാറും. ഏതൊരു VIP-യും സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. പ്രോട്ടോക്കോളുകളിൽ ഇളവ് വരുത്താൻ ആ VIP അധികാരമുണ്ടെങ്കിലും സുരക്ഷാ നിർദ്ദേശങ്ങളിൽ ഒരു ഇളവ് വരുത്താനും പാടില്ല എന്നുള്ളതാണ് ബ്ലൂ ബുക്ക് നിയമങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു VIP അല്ലെങ്കിൽ ഗവർണർ, ഭരണഘടനാ തലവനായിരിക്കുന്ന ആൾ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന ഗുരുതരമായ കാര്യമാണ് സർക്കാർ കേന്ദ്രത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് കൂടി കത്തയച്ചിരിക്കുന്നു, രാഷ്ട്രപതിയെ കൂടാതെ. പ്രധാനമന്ത്രിക്ക് കത്ത് അയക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. കാരണം പൊളിറ്റിക്കലായി ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകർച്ച കൂടി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. അനുജ, അതാണ് ഗവർണർക്കെതിരെ കത്തയച്ചിരിക്കുന്നു സർക്കാർ. രാഷ്ട്രപതിക്കാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. മറുഭാഗത്ത് SFIയുടെ പ്രതിഷേധം തുടരുന്നു. ഗവർണറുടെ നോമിനികളെ SFI തടഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ അകത്തും പുറത്തും സംഘർഷം. ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കാതെ SFI പ്രതിഷേധിച്ചു. പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 അംഗങ്ങളെ പുറത്തു നിർത്തി. സർവകലാശാല സെനറ്റ് യോഗം RSS ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം E. അഫ്സൽ പറഞ്ഞു. സംഘപരിവാറിന്റെ പ്രവർത്തകരായ നിങ്ങളെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ അറിയിക്കുന്നത്. അത് ജനാധിപത്യ മാർഗത്തിലാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ ഞങ്ങളിത് തുടരുകയും ചെയ്യും. ഒരു തരത്തിലും നിങ്ങളെ ഇങ്ങോട്ട് കയറ്റരുത് എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം. ആ തീരുമാനം ഞങ്ങളിവിടെ നടപ്പിലാക്കുന്ന നിലയാണുള്ളത്. പ്രതിഷേധമുണ്ടാകുമെന്ന് അവസാന നിമിഷമാണ് അറിഞ്ഞതെന്നും അപ്പോൾ തന്നെ വിവരം പോലീസിനെ അറിയിച്ചെന്നും വൈസ് ചാൻസലർ ഡോക്ടർ M. K. ജയരാജ് പറഞ്ഞു. താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ SFI തടഞ്ഞത് ഗവർണർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇക്കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചു എന്നാണ് വിവരം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത്. അതിനിടെ സെനറ്റ് ഹാളിൽ വൈസ് ചാൻസലറെ UDF പ്രതിനിധികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പരാതി ഉയർന്നു. അരുൺ പാറയ്ക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, SFIയുടെ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഈ വിഷയത്തിലാണ്. ഇപ്പോൾ ആ അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരെ തന്നെ ഇന്ന് SFI തടയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ഒരു പിടിവള്ളി ഗവർണർക്കുണ്ട്. ഗവർണർ ഒരുപക്ഷെ കോടതിയെ സമീപിക്കും എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുമ്പോൾ ഈ വിഷയം കുറെ കൂടി ഗൗരവത്തിലേക്ക് എത്തുകയല്ലേ? അനുജ, അതുതന്നെയാണ്. ഈ സെനറ്റ് അംഗങ്ങളെ സർവകലാശാലകളിലേക്ക് നോമിനേറ്റ് ചെയ്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. എന്തായാലും ആ പിടിവള്ളിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഗവർണർ. SFIയുടെ ഈ ഒരു സമരം, അതായത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFI ഗവർണർക്കെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ആ പ്രതിഷേധവും കണ്ടതാണ്. ഇന്ന് സെനറ്റ് യോഗമായിരുന്നു. രാവിലെ 10 മണി മുതൽ സെനറ്റ് യോഗം ആരംഭിച്ചു. പക്ഷേ ഈ സെനറ്റ് യോഗത്തിലേക്ക് ചാൻസലർ നിയോഗിച്ച അല്ലെങ്കിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കില്ലെന്ന നിലപാടിൽ SFI ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം
സാഹചര്യമാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാലിക്കറ്റ് സർവകലാശാല വേദിയായി എന്ന് വേണം പറയാൻ. അകത്തും പുറത്തും സർവകലാശാലയിൽ അകത്തും പുറത്തും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. അകത്ത് പ്രതിപക്ഷ അംഗങ്ങൾ, അതായത് UDF-ലെ അംഗങ്ങൾ, KSUവിൻ്റെയും MSF-ൻ്റെയും ഒക്കെ അംഗങ്ങൾ അജണ്ട മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർ അനുവദിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷത്തിന്, പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള സംഘർഷത്തിന്, പ്രതിഷേധത്തിന് കാരണമാക്കി. ഇത് വലിയ സംഘർഷത്തിന്, ഇടത് UDF അംഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് വഴിയൊരുക്കി. വൈസ് ചാൻസലറെ MSF-ൻ്റെയും KSUവിൻ്റെയും അംഗങ്ങൾ മർദ്ദിക്കാൻ ശ്രമിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു. പത്മശ്രീ ബാലൻ പൂതേരി അടക്കമുള്ള 8 അംഗങ്ങളെയാണ് SFI ഇന്ന് തടഞ്ഞു വെച്ചത്. സർവകലാശാല സെനറ്റ് ഹൗസിന് പുറത്ത് ഗേറ്റിന് വെളിയിൽ നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ സെനറ്റ് അംഗങ്ങൾ പറഞ്ഞത് അവർ നിയമപരമായി ഈ കാര്യങ്ങളെ നേരിടും എന്നാണ്. ചാൻസലറാണ് തങ്ങളെ നിയോഗിച്ചത്, അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അറിയിക്കുന്നു. ഗവർണർ ഇപ്പോൾ നിയമോപദേശം തേടി, ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗവർണർ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ സെനറ്റ് അംഗങ്ങളെ സെനറ്റ് ഹൗസിലേക്ക്, യോഗങ്ങളിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള നീക്കമായിരിക്കും ഇനി ഗവർണർ നടത്തുക. അത്തരത്തിലേക്ക് ഗവർണർ ഒരു അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് വളരെ നിർണായകമാകാൻ പോകുന്നത്. ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിലേക്ക് നമ്മൾ എത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി തമിഴ്നാട്ടിൽ ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പൊന്മുടിക്ക് 3 വർഷം തടവ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജി ജയചന്ദ്രനാണ് ശിക്ഷ വിധിച്ചത്. മന്ത്രിയുടെ ഭാര്യ വിശാലാക്ഷിയും 50 ലക്ഷം രൂപ പിഴയടയ്ക്കണം. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ 30 ദിവസത്തെ സാവകാശം കെ പൊന്മുടിക്ക് നൽകിയിട്ടുണ്ട്. വിധിക്ക് പിന്നാലെ കെ പൊന്മുടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി മന്ത്രി RS രാജാക്കണ്ണപ്പന് പകരം ചുമതല നൽകാൻ ഗവർണർ RN രവി അനുമതി നൽകി. ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ കെ പൊന്മുടിയുടെ നിയമസഭാംഗത്വം നഷ്ടമാകും. മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി. മനേഷ്, ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കോടതി കടന്നത്. ഇതിൽ DMK-യുടെ പ്രതീക്ഷ എന്താണ്? സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇത് ഈ നടപടി ഇല്ലാതാകുമെന്ന പ്രതീക്ഷയിലാണോ? അതല്ല എന്നുണ്ടെങ്കിൽ നിയമസഭാംഗത്വം തന്നെ റദ്ദാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമല്ലോ. അനുജ, DMK എന്തായാലും ഈ ഒരു സാവകാശം, ആ 30 ദിവസത്തെ ഒരു സാവകാശത്തിനിടയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് DMK പറഞ്ഞിരിക്കുന്നത്. RS ഇളങ്കോ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കും. ഇതൊരു താൽക്കാലിക തിരിച്ചടി മാത്രമാണ്. സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് കേസ് തള്ളിപ്പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ് DMK-യുടെ അടുത്ത ഘട്ട നടപടി എന്ന് പറയുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ മാനക്കേടിലേക്ക് തന്നെയാണ് DMK ഈ രണ്ടാമത്തെ മന്ത്രി കൂടി അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെന്തിൽ ബാലാജിയുടെ ED കേസ് എങ്ങും എത്താതെ നിൽക്കുന്നു. മന്ത്രി, അതായത് വകുപ്പില്ലാ മന്ത്രിയായി മന്ത്രിസഭയിൽ തുടരുന്നു. റിമാൻഡിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. ആ ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് ഈ മന്ത്രി കെ പൊന്മുടിക്കെതിരെ ഒരു ശിക്ഷാ നടപടി മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പൊന്മുടിയും അതുപോലെ തന്നെ ഭാര്യ P വിശാലാക്ഷിയും രണ്ടുപേർക്കും 3 വർഷം തടവും അതുപോലെ തന്നെ 50 ലക്ഷം രൂപ വീതം പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. അനുജ് സൂചിപ്പിച്ചതുപോലെ 2006-11 കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദന കേസാണ് ഈ വിധിക്ക് ആധാരമെന്ന് പറയുന്നത്. 2016-ലാണ് ഈ കേസ് തള്ളുന്നത്. അതായത് വിചാരണ കോടതിയായിട്ടുള്ള വെല്ലൂരിലെ സ്പെഷ്യൽ കോടതിയാണ് ഇത് തള്ളുന്നത്. അതിനുശേഷം 2017 തന്നെയാണ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകുന്നത്, ഹൈക്കോടതിയിൽ തള്ളിയതിനെതിരെ ഹർജി നൽകുന്നത്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കീഴ്ക്കോടതിക്ക് രൂക്ഷമായ വിമർശനവും ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് പറഞ്ഞത് കൃത്യമായി പഠിക്കാതെ, തെളിവുകൾ കൃത്യമായി നോക്കാതെയുള്ള ഒരു നടപടിയായിരുന്നു ഈ കുറ്റവിമുക്തലാക്കൽ, ആ ഒരു ഉത്തരവ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്തായാലും രണ്ടാമത്തെ മന്ത്രി കൂടി ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് DMK മാറുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് DMK പോകുന്നത്. എന്തായാലും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ വകുപ്പുകൾ, പോർട്ട്ഫോളിയോ ഇപ്പോൾ മാറ്റി നൽകിയിട്ടുണ്ട്. മന്ത്രി രാജാക്കണ്ണപ്പനാണ് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, അതായത് പൊന്മുടി കൈവശം വെച്ചിരുന്ന വകുപ്പുകളെല്ലാം തന്നെ രാജാക്കണ്ണപ്പൻ ഇപ്പോൾ നൽകിയിരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികൾ അതിന് ഗവർണറുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നത് തന്നെയാണ് DMK-യുടെ ലക്ഷ്യം. അനുജ, കെ പൊന്മുടി അയോഗ്യനാക്കിയിരിക്കുന്നു കോടതി. ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് DMK. അതിൽ പ്രതീക്ഷയുമുണ്ട് പാർട്ടിക്ക്. ഇനി നമ്മൾ പോകുന്നത് പാർലമെന്റിലേക്ക്. 3 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു.
ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ 3 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഇരു സഭകളിലുമായി നടപടി നേരിടുന്ന എംപിമാരുടെ എണ്ണം 146ആയി. ശുഷ്കമായ പ്രതിപക്ഷ നിരയെ സാക്ഷിയാക്കി സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബിൽ ലോക്സഭ പാസാക്കി. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന 3 ബില്ലുകൾ രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബില്ലിന് രാജ്യസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്ര നിയമമന്ത്രിയെ ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി മറികടക്കാനാണ് നിയമനിർമ്മാണം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലും എംപിമാർക്കെതിരായ കൂട്ട നടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. പുറത്താക്കപ്പെട്ട എംപിമാർ വിജയ് ചോക്കിൽ പ്രകടനം നടത്തി. അതിനിടെ പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആർ രാധാകൃഷ്ണനാണ് സമഗ്ര വിവരങ്ങളുമായി ചേരുന്നത്. ആർ.കെ., ഏറ്റവും ഒടുവിൽ നമുക്ക് നടന്ന നടപടിയിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. അത് സസ്പെൻഷനാണ്. ഇന്നും സസ്പെൻഷന് കുറവൊന്നുമില്ല. കൂടുതൽ സസ്പെൻഷന്റെ വാർത്തകൾ ഇന്ന് പാർലമെന്റിൽ പുറത്തു വരികയാണ്. അതായത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നിരയിൽ വളരെ കുറച്ച് എംപിമാർ മാത്രം അവശേഷിക്കുന്ന കാഴ്ച. അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒന്ന്. അത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതിനെ മറികടന്നുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രതിപക്ഷം വലിയ വിയോജിപ്പുയർത്തിയ വിഷയം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അനുജ. ഇന്ന് നമുക്ക് സസ്പെൻഷൻ നടപടികളുടെ കാര്യത്തിലേക്ക് ആദ്യം എത്തിയാൽ 3 അംഗങ്ങളെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലോക്സഭയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. DK സുരേഷ്, നമ്മുടെ കർണാടക ആഭ്യന്തരമന്ത്രിയുടെ DK ശിവകുമാറിൻ്റെ അനുജൻ ആയിട്ടുള്ള DK സുരേഷ്, ദീപക് ബാലി, നകുൽനാഥ് എന്നീ 3 പേരെയാണ് ലോക്സഭയിൽ നിന്ന് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ സഭ സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയെങ്കിലും ശുഷ്കമായിട്ടുള്ള പ്രതിപക്ഷ നിരയ്ക്ക് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. ട്രഷറി ബെഞ്ചിന് അംഗങ്ങളുടെ ആ ഒരു ബലം വലുതായതുകൊണ്ട് തന്നെ നടപടികൾ മുന്നോട്ട് പോയി. തുടർന്ന് ഈ നടുത്തളത്തിൽ ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്ക് 3 പേർക്കുമെതിരെയുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ലോക്സഭ ഇന്ന് അനുജ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ബില്ല്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മാർച്ച് മാസത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിന് മറികടക്കാനായിട്ടുള്ള ബില്ല് ഇന്ന് ലോക്സഭ പാസാക്കി. നേരത്തെ ഈ ബില്ല് രാജ്യസഭ പാസാക്കിയിരുന്നു. ഈ ബില്ലിന്റെ കാതലായിട്ടുള്ള നിർദ്ദേശം ഈ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന വ്യവസ്ഥയാണ് ഉള്ളത്. നേരത്തെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കേസ് പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ കൂടി ഈ സമിതിയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ ഈ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ബില്ല്. ഏതാനും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ഒടുവിൽ ലോക്സഭ പാസ്സാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാജ്യസഭയിലും സമാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഈ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബില്ലും ഇതിന് ചർച്ച ഉപസംഹരിച്ച് ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നതോടുകൂടി സഭയിൽ പാസ്സാകുന്ന ഒരു സാഹചര്യത്തിലേക്കാകും എത്തുക. വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് ഇന്ന് ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായെങ്കിലും, സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധമുണ്ടായെങ്കിലും സഭാ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. പ്രതിപക്ഷ എംപിമാർ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ എംപിമാർ അവർ വിജയ് ചൗക്കിലേക്ക് മാർച്ച് നടത്തി അവരുടെ പ്രതിഷേധം അറിയിച്ചു. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോഴത്തെ നിലപാടുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തു. സർക്കാർ എപ്പോഴും ജനാധിപത്യത്തെ ഭയപ്പെടുന്നു എന്നതടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അതിനിടെ ഈ പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തല്ലോ. എങ്ങനെയാണ് ഇവരുടെ പങ്കാളിത്തം എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്? ആർക്കെ അനുജ, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ അന്വേഷണം ഡൽഹി പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ അറസ്റ്റിലായ പ്രതികൾ പറഞ്ഞിരിക്കുന്ന മൊഴികളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം സാഹചര്യ തെളിവുകളും ഒപ്പം ശാസ്ത്രീയ തെളിവുകളും ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിലേക്കാണ് വസ്തുതകളെ കൊണ്ട് എത്തിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം വ്യാപിച്ചത്. ഇവരുമായി ബന്ധമുള്ള അഥവാ ആശയവിനിമയം നടത്തിയിട്ടുള്ള ആളുകളെ, ഈ വിഷയത്തിൽ ഇവരെ സഹായിച്ചു എന്ന് കരുതുന്ന ആളുകളെയൊക്കെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അന്വേഷണ വിധേയമായി പരിശോധിച്ചു വരുന്നത്. അവരുടെ നീക്കങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 2 പേർ ഇന്ന് അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. അതെ, ആർ.കെ. അല്പസമയം കൂടി തുടരണം. നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആർ.കെയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിനിടെ ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA-ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, എന്താണ് അദ്ദേഹത്തിന് പരുക്കേറ്റിരുന്നു ഇന്നത്തെ സംഘർഷത്തിൽ? അദ്ദേഹം ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങുകയാണോ?
അനുജ, അദ്ദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹം സ്കാനിങ്ങിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് പോലീസിൻ്റെ ഒരു ഇതിനെ? തീർച്ചയായിട്ടും വളരെ നിഷ്ഠൂരമായ ഒരു മർദ്ദനമാണ് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തുണ്ടായത്. KSUവിൻ്റെ മാർച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഞങ്ങൾ DGP ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തടയുകയും, സാധാരണഗതിയിൽ പോലീസ് ഉണ്ടാവുക ഈ മാർച്ചിന് എതിർവശത്തായിട്ട് തടയുന്നതിൻ്റെ അങ്ങേവശത്താണ് പോലീസ് നിൽക്കാറ്, നമുക്കറിയാം. പക്ഷേ ഇന്ന് പതിവിന് വിരുദ്ധമായി പോലീസ് ഞങ്ങൾ ആ മാർച്ച് എത്തുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ പുറകുവശത്തായി പമ്മിയിരിക്കുന്ന പോലെ, ആദ്യം പോലീസുകാരധികം വരെ കാണാണ്ടായിരുന്നില്ല. മാർച്ച് തുടങ്ങി, KSU സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗം കഴിഞ്ഞു, എൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടുകൂടി പുറകിലെ പല ഭാഗങ്ങളിൽ നിന്നായി പോലീസുകാർ സംഘടിതമായി വരികയും ആ മാർച്ചിനെ ചുറ്റും വളഞ്ഞ് നിർത്തി പെട്ടെന്ന് തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജലപീരങ്കി തുടങ്ങി. ജലപീരങ്കി തന്നെ നമ്മുടെ അവിടുത്തെ വനിതാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് അവർ നിന്നിരുന്ന ഭാഗത്തേക്ക് അടിക്കുകയും ആ സമയത്ത് പോലീസ് ലാത്തിച്ചാർജ് തുടങ്ങി മറ്റ് പ്രവർത്തകരെ അടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ മർദ്ദനമേറ്റ് വീണു. ആ വീണ് കിടക്കുന്ന ചോരയൊലിപ്പിക്കുന്ന പ്രവർത്തകനെ വളഞ്ഞിട്ട് 4-5 പോലീസുകാർ അടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പോയി ഇനി അടിക്കരുതെന്ന് പറഞ്ഞ് തടുക്കുമ്പോൾ എനിക്ക് കയ്യിലും ഇവിടെ ഈ ഭാഗത്തായിട്ടെല്ലാം അങ്ങനെ എൻ്റെ തടി കൊണ്ടത് അങ്ങനെയാണ്. അങ്ങക്ക് ഗുരുതരമായ ഇതുണ്ടോ? ഡോക്ടർമാർ എന്താണ് പറയുന്നത്? അല്ല, ഡോക്ടർമാരിപ്പോൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഒരു എക്സ്റേ, വിശദമായൊരു എക്സ്റേ വേണമെന്ന് പറഞ്ഞു. കാരണം കയ്യിൽ 2-3 അടി ഉണ്ടെന്നുള്ളൂ. അതിനിപ്പോൾ പൊട്ടലുണ്ടോ ഇല്ലയോ എന്നുള്ള എക്സ്റേ നോക്കിയിട്ടേ അറിയാൻ കഴിയുള്ളൂ. മറ്റ് വേറെ ബുദ്ധിമുട്ടുകളോ ശരീരപ്രയാസങ്ങളൊന്നും എനിക്ക്. പോലീസ് കരുതിക്കൂട്ടി ഈ മാർച്ചിനെ ഒരു ഇത് കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ? 100%. അതായത് ഇന്നത്തെ മാർച്ച് വരുന്നത് കാത്ത് പോലീസ് അടിക്കാൻ തയ്യാറായി, അവർ വളഞ്ഞു നിന്ന് അടിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ നിലയ്ക്കാണ് അവർ മർദ്ദിച്ചത്. ഒരു കാരണം, ഞങ്ങളൊക്കെ എത്രയോ വിദ്യാർത്ഥി സമരങ്ങളിൽ എത്രയോ പോലീസ് ലാത്തിച്ചാർജിൽ പങ്കാളിയായിരിക്കുന്നു. സാധാരണ പോലീസ് പാലിക്കുന്ന ലാത്തിച്ചാർജിൽ പാലിക്കുന്ന ചില കോഡ്സ് ഉണ്ട്. കോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നിയതമായ രീതിയുണ്ട് അടിക്കുന്നതിന് പോലും. പക്ഷെ അതെല്ലാം വയലേറ്റ് ചെയ്ത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസിന് ഭാഗത്തുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം സമരത്തിന് പ്രതിപക്ഷ നേതാവൊക്കെ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരു കേസൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഇന്ന് പോലീസ് അത്തരത്തിൽ എന്തെങ്കിലും ഇത് എടുക്കുമോ? അതിൻ്റെ എന്താണ് അങ്ങനെ? അല്ല, അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. പോലീസിൻ്റെ എല്ലാ അധികാരവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാം ഉപയോഗിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഒരു പോലീസ് കേസോട് വന്നെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഇനി ഒരുപാട് അസ്ത്രങ്ങൾ ഏറ്റുണ്ട്, അതുകൊണ്ട് ഇതൊരു അസ്ത്രമായിട്ട് നമ്മൾ കാണുന്നേയില്ല. അതൊക്കെ വേണമെങ്കിൽ അവരെടുത്തോട്ടെ, അത്രേ ഉള്ളൂ. അനുജ, ശരി, അതാണ് മാത്യു കുഴൽനാടൻ MLA-ക്ക് പറയാനുള്ള നിഷ്ഠൂരമായ തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനമുണ്ടായത് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങുകയാണ്. കൂടുതൽ സ്കാനിങ്ങിന്റെ ആവശ്യമുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി എത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ 40 സമയം മുൻപ് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. R രാധാകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങളുമായി. RK, നവംബറിൽ നോട്ടീസ് നൽകിയതാണ് രാഹുൽ ഗാന്ധിക്ക്, പക്ഷേ ഒരു മറുപടിയും ലഭിച്ചില്ല. അതുകൊണ്ട് ഇനി പരാതി പരിശോധിച്ച് നടപടി എടുത്തുകൊള്ളൂ എന്ന് ഡൽഹി ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുകയായിരുന്നു. ഇത് അഭിഭാഷകനായിട്ടുള്ള ഭരത് നാഗർ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ പരാതി പരിശോധിച്ച് നടപടി കൈക്കൊള്ളാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു അഭിഭാഷകനാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത്. അതിൽ ഇതുവരെ ഒരു മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നവംബറിൽ നോട്ടീസ് നൽകിയതാണ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പരാതി പരിശോധിച്ച് അതിന് ഉചിതമായ നടപടി കൈക്കൊള്ളൂ എന്നുള്ളതാണ്. RK, തുടരാം.
ഇതിൽ അനുജ സംഭവിച്ചത് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഭരത് നാഗറാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എന്ത് നടപടി സ്വീകരിച്ചു, പ്രധാനമന്ത്രിക്കും ഒപ്പം അമിത്ഷാ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള രാജസ്ഥാനിൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതായിരുന്നു ചോദ്യം. പ്രഥമ ദൃഷ്ട്യാ ഈ നടത്തിയ പരാമർശം കൃത്യമായിട്ടുള്ള വ്യംഗ്യാർത്ഥത്തോടുകൂടിയുള്ളതാണ് എന്ന നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലൊരു ചോദ്യം കോടതി ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ തങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മറുപടി നൽകിയില്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. എത്രയും വേഗം നടപടി എടുക്കാനാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കേസിൽ കൂടി അനുജ രാഹുൽ ഗാന്ധിക്ക് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഒരു ട്വീറ്റ് ചെയ്ത വിഷയത്തിലാണ്. അദ്ദേഹം നടത്തിയ ഒരു ട്വീറ്റിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രം വരുന്നൊരു സാഹചര്യമുണ്ടായി. അതിനെതിരെ സമർപ്പിച്ച കേസിലും അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ആ ട്വീറ്റ് പിൻവലിക്കാം, ആ പെൺകുട്ടിയുടെ ചിത്രമടക്കം പിൻവലിക്കാമെന്ന് അദ്ദേഹം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളിലാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ളതായി വന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കേസിൽ നടപടിയെടുക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാൻ കഴിയില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി. പെൻഷൻ എപ്പോൾ നൽകാനാകുമെന്ന കാര്യത്തിൽ മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. പണമില്ലെന്ന് പറയരുതെന്നും സർക്കാർ ആഘോഷങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടും കോടതി വിശദീകരണം തേടി. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. അതേസമയം എല്ലാവർക്കും പെൻഷൻ കിട്ടാനുള്ള നടപടി ഉണ്ടാക്കണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെടുന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു. മറിയക്കുട്ടി പറഞ്ഞതിലേക്ക് ആദ്യം. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും ആക്കി തന്നെ കോടതിയോട് ബഹുമാനമുണ്ട്. എനിക്ക് ഈ ഗവൺമെൻറ്റിന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് വരെ ഇനി ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുക ഈ ഗവൺമെൻറ്. ഇപ്പം ഇഷ്ടംപോലെ പൈസയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിനോദയാത്രയ്ക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. ഈ ജനങ്ങളെ പട്ടിണിയാക്കി വെച്ച് ഈ വിനോദയാത്രയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? കോടിക്കണക്കിന് മുടക്കിയല്ലേ ഇത് നടക്കണം. ജനങ്ങളുടെ കാശല്ലേ ഇത്. ഈ നികുതി മേടിക്കുന്ന കാശും കൊണ്ടൊക്കെ ഈ പിണറായി ഈ വിനോദയാത്ര ചെയ്യേണ്ട കാര്യം എന്നാ? ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, കോടതിയെ സംബന്ധിച്ച് മറിയക്കുട്ടി VIP ആണ് എന്നൊരു പരാമർശമൊക്കെ ഇന്ന് കോടതി നടത്തുന്നത് നമ്മൾ കേട്ടു. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളാണ് കേട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? ഇതിൽ ചെലവിന് കൊടുക്കുക എന്നുള്ളത്, പെൻഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ ചെലവിന് കൊടുക്കുക, അത് ഏറ്റെടുക്കുക, ഇതിൽ നാളെ കൃത്യമായൊരു നിലപാട് അറിയിക്കുക എന്നുള്ളതാണോ ഇപ്പോൾ സർക്കാരിനോട് കോടതി പറഞ്ഞിട്ടുള്ളത്? ഈ പെൻഷൻ തുക എപ്പോൾ കൊടുക്കാനാകും, ഈ കാര്യത്തിലാണ് ഒരു വ്യക്തത നാളെ സർക്കാർ വരുത്തേണ്ടത്. സംസ്ഥാന സർക്കാരിനോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രണ്ടാമത്തേത്, സംസ്ഥാന സർക്കാർ പറഞ്ഞത് കേന്ദ്രം തങ്ങൾക്ക് വിഹിതം നൽകുന്നില്ല 3 മാസമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കൂടി ഹാജരായി ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകണം. ഇതാണ് കോടതി പറഞ്ഞത്. പിന്നീട് നടത്തിയതൊക്കെ തന്നെ രൂക്ഷമായ വിമർശനവും പരാമർശങ്ങളുമായിരുന്നു. 78 വയസ്സുള്ള ഒരാളാണ് കോടതിയിൽ പരാതിയുമായി എത്തിയതെന്ന് ഓർക്കണം. ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. സർക്കാരിന് പൈസയില്ല എന്ന് പറയരുത്. എല്ലാ ആഘോഷങ്ങളും നടത്താനുള്ള പൈസയുണ്ട്. 1600 രൂപ സർക്കാരിന് വലിയ തുകയല്ലായിരിക്കും, പക്ഷേ മറിയക്കുട്ടിക്ക് അത് വലിയ തുകയാണ്. എല്ലാ പൗരന്മാരും സർക്കാരിന് ഒരുപക്ഷെ VIP അല്ലായിരിക്കാം, പക്ഷേ കോടതിക്ക് എല്ലാ പൗരന്മാരും VIP തന്നെയാണ്. പൗരന്മാരുടെ വിഷമം കാണേണ്ടതുണ്ട് തുടങ്ങി അങ്ങനെ നീണ്ടുപോയി കോടതിയുടെ വിമർശനങ്ങൾ. ഈ വിമർശനങ്ങൾക്കെല്ലാം ഒടുവിലാണ് നാളത്തേക്ക് കേസ് മാറ്റിവെച്ചത്. ഇനി സർക്കാർ പറയേണ്ടി വരും എപ്പോൾ പണം നൽകാൻ സാധിക്കും എന്നതാണ്. ഒന്നുകിൽ പെൻഷൻ നൽകുക, അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് കോടതിയുടെ കർശനമായ നിർദ്ദേശം. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ വിശദാംശമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി ഇപ്പോൾ കിട്ടിയതിലേക്കാണ് പ്രജിൻസി കണ്ണൻ ചേരും. നമസ്കാരം.